ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇന്ന് ലോകവ്യാപകമായി ഏവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിനെ നോവിച്ച, വ്രണപ്പെടുത്തിയ ഒരു വലിയ ദുരന്തം തന്നെയാണത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ ഉത്തരവാദികളെ തേടി ചെല്ലുമ്പോൾ അവിടെയൊക്കെ പലരും രാഷ്ട്രീയമാണ് കാണുന്നത്. കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും LDFനെതിരെ കുറ്റം ചുമത്തും. LDFന്റെ നേതാക്കന്മാരുടെ കുറ്റമാണെന്ന് പറയും. ഇന്നലെ VD സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണയിലുടനീളം അദ്ദേഹം LDF നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തിയത്. CPMന്റെ നേതാക്കന്മാരാണ് ഇതിനൊക്കെ ഉത്തരവാദികളെന്ന് പറഞ്ഞു. LDFന്റെ നേതാക്കന്മാർ അവർ വലിയ ധർണയും സമ്മേളനവും ഒക്കെ നടക്കുന്നു. കോൺഗ്രസ് ആണ് ഇതിന്റെ ഉത്തരവാദികളെന്ന് പറയും. ഇപ്പോൾ ഇവിടെ തന്നെ DYFയുടെ വലിയൊരു മാർച്ച് നടക്കുകയാണ്. വലിയ മാർച്ചല്ല, എന്തായിരുന്നാലും ഒരു കൊച്ചു മാർച്ച് നടക്കുന്നു. ആ മാർച്ച് ആർക്കെതിരെയാണ്? കോൺഗ്രസിനെതിരെയാണ്. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമാണ് അവരെല്ലാം കാണുന്നത്. സ്വർണ്ണക്കൊള്ള നടത്തിയ ആരായിരുന്നാലും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർ, അവരുമായി ബന്ധമുള്ളവർ, അതിന്റെ അന്തർനാടകങ്ങൾ, അതിന്റെ അന്തർധാരകൾ, അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന ചരടുവലികൾ, ഗൂഢാലോചന തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പ് തെളിഞ്ഞോ ഇല്ലയോ, അത് സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റിയോ, വാതിൽപ്പാളിയുടെയും കട്ടിളയുടെയും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഇനിയിപ്പോൾ അത് കൊടിമരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് മാത്രമല്ല, അതിനാധാരമായി നടന്നിരിക്കുന്ന വളരെ വർഷക്കാലമായി നടന്നിട്ടുള്ള ഗൂഢാലോചനകളുണ്ട്, കരുനീക്കങ്ങളുണ്ട്, സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അതെല്ലാം വെളിച്ചത്ത് വരണം. അതിൽ നിരവധി ആളുകൾക്ക് പങ്കുണ്ട്. ഇന്നലെ VD സതീശൻ പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയാത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് മാത്രം ഒന്നും പറയുന്നില്ല. അവർക്ക് അവിടെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. LDFന്റെ ആൾക്കാരും ഇത് തന്നെയാണ്. LDFന്റെ നേതാക്കന്മാര്, അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പ്രസംഗിച്ച സന്ദർഭത്തിൽ ഇതിന് മറുപടി, ഈ കോൺഗ്രസുകാർ ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും പറയുന്നില്ല? അവിടെ കോൺഗ്രസുകാരെ പറ്റി പറഞ്ഞു, ഇതുമായി ഒരു ബന്ധമില്ലാത്ത BJPയെ പറ്റിയും പറഞ്ഞു. BJP നേതാക്കന്മാർക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നാണ് പറയുന്നത്. മിണ്ടാട്ടം ഉണ്ടോ ഇല്ലോ എന്ന് ഇപ്പോഴെങ്കിലും ആറ്റിങ്ങൽ വന്നൊന്ന് നോക്കൂ. ഇവിടെ മാത്രമല്ല, അവിടെ ആന്റണി MPയുടെ വസതി നിലകൊള്ളുന്ന പത്തനംതിട്ടയിലും മാർച്ചാണ്. കോൺഗ്രസുകാർക്കും CPMക്കാർക്കും ഒക്കെ എതിരെ മാർച്ച് സംഘടിപ്പിക്കുന്നതും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഈ കാര്യത്തിൽ രണ്ട് കക്ഷി നേതാക്കന്മാർക്കുമുള്ള പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. ചെമ്പ് തെളിയണം. അവിടെയാണ് ചെമ്പ് തെളിയേണ്ടത്. അത് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. കോൺഗ്രസിന് എന്താ ഇതിൽ പങ്കെന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത്. VD സതീശന്റെ ചോദ്യമാണ്. രമേശ് ചെന്നിത്തല ചോദിക്കുകയാണ്, കോൺഗ്രസിന് എന്താ ഇതിൽ ബന്ധമെന്ന്? ബന്ധമുണ്ട്. കാരണം 2016 ആരായിരുന്നു ബോർഡ് പ്രസിഡന്റ്? കോൺഗ്രസിന്റെ നേതാവ് ശ്രീ MP ഗോവിന്ദൻ നായരായിരുന്നു. 2017 ആയപ്പോൾ ആരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്? അന്ന് അതിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ 2014, 15, 16, 17 കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ അവിടെ എന്തൊക്കെ നടന്നു? ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് കൊടിമരത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ കൊടിമരത്തിലെ സ്വർണം എവിടെ? ആ കൊടിമരത്തിന് വേണ്ടി ഉപയോഗിച്ച സ്വർണം എവിടെ? അതിനു മുമ്പ് ആ കൊടിമരം പൊളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അതിന് കേടുപാട് സംഭവിച്ചു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പറയുന്നു. 2016 കോൺഗ്രസിന്റെ നേതാവ് MP ഗോവിന്ദൻ നായർ പറഞ്ഞു അത് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയോ? അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് കേടുപാട് സംഭവിച്ചു എന്ന് പറഞ്ഞത്? ഒരു കേടുപാടും ഉണ്ടായിരുന്നില്ല. ശരി, ഇനി രണ്ടാമത്, ഇനി അടുത്തത് പൊളിച്ച് മറ്റൊരു ധ്വജസ്തംഭം അവിടെ വേണം എന്ന്, കൊടിമരം വേണം എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ചെലവുകളും 3.5 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് വാങ്ങി. പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് എന്തിന് പിരിവ് നടത്തി? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതിന്റെ മേൽ പിരിച്ചെടുത്തില്ലേ? അതിന്റെ കണക്കെവിടെ? അന്ന് ഉപയോഗിച്ച സ്വർണം എത്രയാണ്? ആ പഴയ പറയും അതിലുണ്ടായിരുന്ന സ്വർണം പൂശിയ പറയുമൊക്കെ എവിടെ? അന്നത്തെ അഷ്ടദിക്പാലകന്മാർ ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നത് എവിടെ? അത് സംബന്ധിച്ചുള്ള ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോൾ
ഉണ്ട്, അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാർക്ക് ഇതിലുള്ള പങ്ക് മാറ്റിവെക്കാനാവില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ദേവസ്വം ബോർഡിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ നടന്നിരിക്കുന്ന കൊള്ള, തട്ടിപ്പ്, വെട്ടിപ്പ്, അഴിമതി, ക്രമക്കേട്, ഇതേക്കുറിച്ചെല്ലാം വളരെ നന്നായിട്ടറിയാം. അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവർക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. അതുപോലെ തന്നെ അജയ് തറയിൽ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദേവസ്വം ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു. അവർക്കിതൊന്നും അറിയാൻ പാടില്ലേ? അവരിതിന് ഉത്തരം പറയണം. ഇനി അന്വേഷണം അങ്ങോട്ടേക്ക് വരികയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. ഇനി രണ്ടാമത്, എന്തിനാണ് അടൂർ പ്രകാശിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത്? അടൂർ പ്രകാശിനും ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. അടുത്ത ബന്ധം സുഹൃത്ത് ബന്ധം മാത്രമല്ല, ഹൃദയബന്ധമാണ്. ഇരുമയാണെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒറ്റ കരളാണെന്ന് പറയുന്നത് പോലെ എല്ലാവിധത്തിലും അവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ബന്ധം വളരെയേറെ ദൃഢമായിരുന്നു. ഏത് കാര്യത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തിടപഴകുകയും ആ വീട്ടിലെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുകയും ചെയ്തിരുന്ന ഉറ്റ തോഴനായിരുന്നു, ഉറ്റ സുഹൃത്തായിരുന്നു അടൂർ പ്രകാശ്. യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ആ ഏറ്റവും അധികം ഇത്രയധികം വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യോടെ കൂട്ടിക്കൊണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി 1 അല്ല 2 ദിവസം 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസക്കാലം അടൂർ പ്രകാശും ആന്റണി എംപിയും കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാർ എന്ത് ചെയ്തു? എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ? എന്താണ്? നമുക്കതറിയണം. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയണം എന്തൊക്കെ ഇടപാടുകൾ. സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിരിക്കുന്ന ചർച്ചകൾ എന്തിനെ കുറിച്ചായിരുന്നു? സോണിയാഗാന്ധിയുടെ കയ്യിൽ ജപിച്ച ചരട് കെട്ടിയെന്ന് പറയുന്നു. ജപിച്ച ചരട് സോണിയാഗാന്ധിയെ പോലെ ഇത്രയധികം പ്രൊട്ടക്ഷനുള്ള SPG പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളുടെ കരങ്ങളിൽ ഒരു ചരട് കെട്ടണമെങ്കിൽ ആ ചരടിനെ കുറിച്ച് അന്വേഷണം നടത്തി അതെന്തിനു വേണ്ടി എന്ന് നിർണയിക്കാൻ സാധിക്കേണ്ടതല്ലേ? അതുപോലെ കൊടുത്ത സമ്മാനം എന്താണ്? എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്? കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ആ 3 ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചകൾ എന്തായിരുന്നു? അറിയാൻ ആഗ്രഹമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിന്റെ വസ്തുത അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്തൊക്കെ സാമഗ്രികളാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി അറിയണം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നിരവധി ആന്റിക് വാല്യൂ ഉള്ള, പുരാവസ്തു മൂല്യമുള്ള നിരവധി വിഗ്രഹങ്ങളും സാധന സാമഗ്രികളും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് എവിടേക്ക് പോയി? വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ആ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെങ്കിൽ ഇവിടുത്തെ SIT പോരാ, ഇവിടുത്തെ പോലീസ് വിചാരിച്ചാൽ നടക്കില്ല. അതിന് അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ കുറ്റാന്വേഷണ സംവിധാനമുള്ള ഏതെങ്കിലും ഏജൻസി അത് അന്വേഷണം ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് CBI വരണമെന്ന് പറയുന്നു. ഇന്റർപോളിനെ പോലെയുള്ള അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ ശേഷിയുള്ള, കഴിവുള്ള, അതിനുള്ള സംവിധാനങ്ങളുള്ള, ശാസ്ത്രീയമായ എല്ലാവിധ ഇടപാടുകളും നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരുവാൻ ശേഷിയുള്ള ആ ഏജൻസികളുണ്ട്. അവരെ ഈ അന്വേഷണം ഏൽപ്പിച്ചെങ്കിലേ അറിയാൻ പറ്റൂ. അല്ലാതെ ഇവിടുത്തെ പോലീസുകാരെ ഏൽപ്പിച്ചാൽ, SIT ഏൽപ്പിച്ചാൽ ഇത് നടക്കില്ല. ഇതിന് സംസ്ഥാനാന്തര ബന്ധമുണ്ട്, ദേശാന്തര ബന്ധമുണ്ട്. അങ്ങനെ ഒരു അന്തർദേശീയ തലത്തിൽ നടന്നിരിക്കുന്ന വലിയൊരു കൊള്ളയാണ്, വലിയൊരു തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അഴിമതിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വാസ്തവത്തിൽ ഇവിടുത്തെ SIT വിചാരിച്ച നടക്കില്ല. ഇനി SITയുടെ കാര്യമോ? SITയും വളരെ മന്ദമായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിനെ വിളിച്ച് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ആന്റണിയോട് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സാധ്യമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ഇരുന്നവർക്കും സാധ്യമല്ല, അതിലെ കോൺഗ്രസ് നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് സാധ്യമല്ല? അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ പ്രശ്നത്തിൽ സമഗ്രമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. സമീപനത്തിന് സമഗ്രതയുണ്ട്, കോംപ്രിഹെൻസീവാണ്. അല്ലാതെ ഏതെങ്കിലും അറ്റവും മൂലയും കയറി പിടിച്ചിട്ടല്ല. ഇതിനെ മൊത്തം കണ്ടുകൊണ്ടാണ് എല്ലാവരെയും പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സംഭവത്തിൽ കോൺഗ്രസിനും CPMനുമുള്ള പങ്ക് വളരെ വ്യക്തമാണ്. SIT ആ ദിശയിലേക്ക് അന്വേഷണം വ്യാപകമാക്കണം, വിപുലമാക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. കാരണം CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒന്ന് കേരള ഗവൺമെന്റാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയാണ്. കേരള ഗവൺമെന്റ് ഹൈക്കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, CBI അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും CBI അന്വേഷണം വരും. അന്വേഷണം ഈ പറയുന്ന ആറ്റിങ്ങലിൽ ഈ പറയുന്ന MPയുടെ വീട്ടിലേക്കും എത്തും, അദ്ദേഹത്തിന്റെ അടുക്കിലേക്കും എത്തും. അത് ഭയപ്പെടുകയാണ്. അത് ഭയപ്പെടുന്നത് കൊണ്ടാണ്
ഇനി ആരുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും അടുക്കലേക്ക് അന്വേഷണം പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് CBI അന്വേഷണം വേണ്ട, ഞങ്ങൾക്ക് മറ്റന്വേഷണമൊന്നും വേണ്ട, ED അന്വേഷണം വേണ്ട. ED ഒരു കേസിന് ഈ കേസിൽ അതിലെ കള്ളപ്പണം സംബന്ധിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തടസ്സമുന്നയിച്ചത് ആരാണ്? കേരള ഗവൺമെന്റാണ്, പിണറായി വിജയനാണ്. എന്തിനാണ് അത് തടസ്സപ്പെടുത്തുന്നത്? എന്തിനാണ്? ആരെങ്കിലും അന്വേഷിക്കട്ടെ, സത്യം കണ്ടെത്തട്ടെ, ഞങ്ങൾക്കതിൽ ഭയമില്ല എന്ന് പറയേണ്ടതിന് പകരം വേറെ ആരും അന്വേഷിക്കരുത്, ഇത് SIT മാത്രം മതി, അതും അന്വേഷിച്ച അത്രയും മതി, ഇനി ഒരു അന്വേഷണവും വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, അന്വേഷണം സമഗ്രമായിരിക്കണം, അത് വിപുലമാകണം, വ്യാപകമാകണം, ശാസ്ത്രീയമാകണം. അതിന് സാധിക്കുന്നത് ഒരു അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ കഴിവുള്ള, അതിനാവശ്യമായിട്ടുള്ള സംവിധാനമുള്ള, അതിന് അറിവുള്ള ഒരു ഏജൻസി, ഒരു ദേശീയ അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് കേസ് CBIക്ക് വിട്ടുകൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരിലേക്കും അന്വേഷണം നീങ്ങണം. അങ്ങനെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിലേക്കും ആ ധ്വജസ്തംഭം, അവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തിയ കാര്യം എല്ലാം SIT അന്വേഷിക്കണം. അവിടുത്തെ അഷ്ടദിക്പാലക വിഗ്രഹങ്ങൾ എവിടെ പോയി, അതുപോലെ തന്നെ ഉപയോഗിച്ച സ്വർണം എവിടെ, ഈ വക കാര്യങ്ങളെ കുറിച്ചെല്ലാം അന്വേഷണം സമഗ്രമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്തേ.